അമ്മാ വലതുഹാ മിൻ സിനാഹാ, പെണ്ണിന്റെ വലതോ സിനയിൽ കൂടി ഉണ്ടായ വലത്, ഫയഹ്റുമു അലൈഹാ, ഫയഹ്റുമു അലൈഹാ, ഭാര്യന്റെ മകളെ കെട്ടാൻ പാടില്ല എന്നില്ലേ? മകളാണെങ്കിലല്ലേ, മകളാണെങ്കിൽ കെട്ടാൻ പാടില്ല. ഭാര്യന്റെ മകള് ഭാര്യയെ സംയോഗം ചെയ്യലോടുകൂടി കെട്ടൽ ഹറാമായി എന്ന് പറഞ്ഞില്ലേ? ആ മസലയിൽ ജിനാന്റെ മസല എടുക്ക്. പെണ്ണ് ജിന ചെയ്ത ആളാണ്, ഒരു കുട്ടിയുണ്ട് ജിനയില്, ഇവന് കെട്ടാൻ പറ്റോ ഇല്ലേ? ജിനയിലുണ്ടായ കുട്ടിയെ കെട്ടല് ആർക്ക്? ആർക്ക്? ജിനയിലാണ് കുട്ടി ജനിച്ചത്, ജിനയിലല്ലേ, അതുകൊണ്ട് കെട്ടാമല്ലോ എന്നല്ല നേരത്തെ പറഞ്ഞല്ല. സ്വന്തം മകള് ജനിച്ച് ജിനയിൽ, കെട്ടിക്കൂടെ? അത് കണ്ടിട്ട് ഉമ്മ തീരുമാനിക്കുന്നു ആ ജിനയിലുണ്ടായ മോൻ പറ്റോ? എന്തേ? നെസവും ഇറസും ആരും തമ്മിലുണ്ട് ഉണ്ട് അല്ലേ? വിന്ന് ജിന, ജിനാന്റെ വിത്ത് ഹറാമാണ്, കെട്ടൽ ഹറാമാണ്. എന്നാ ജിനയിലാണെങ്കിലും ബിന്ദു വിവാത്തും മിൻ, ഇവന്റെ ഊർജം ഉപയോഗിച്ചാണ്. മഖ്ലൂഖത്തും മിൻ അജ്സാഇ, ഇവന്റെ ചോര ചൂടാക്കിയതാണ് ജിനയിലുണ്ടായ പെൺകുട്ടി. അതുകൊണ്ട് മകളെ പോലെയായി കെട്ടൽ ഹറാം എന്ന വിഷയത്തിൽ എന്ന് ഹനഫിക്കാരും ഹംബലിക്കാരും അഞ്ഞടിച്ച് പറയുന്നുണ്ട്. ജിനയെ പ്രതിരോധിക്കലാണ് നമ്മളുടെ മുറാദ്. അതുകൊണ്ട് ഒരിക്കലും ജിനാക്ക് പ്രചോദനം കൊടുക്കൂല. ഇപ്പൊ എന്താ വിധിയെടുത്ത് കെട്ടിക്കൂടാണ്. മറ്റുള്ളവർ മാലിക്കി ഷാഫിഈ എന്താ കെട്ടാന് അത് കഴിഞ്ഞു. ഇനി ശിഹാറിന്റെ നിക്കാഹ് അതൊന്നും ഇപ്പൊ ഇല്ല, പുരാതനമായ കിതാബിലെല്ലാം പറയുന്നുണ്ട്. അതല്ലേ ഇനി എത്തേണ്ടത്. അതിന് മുമ്പ് ഈ വാർത്ത വായിക്കാനുണ്ടാ അല്ലേ? കാലമാലിക്കുൻ ഫലുവന്ന റജുലൻ കാണും നക്കഹ ഇംറഅതൻ ഫീ ഇദ്ദതിഹാ നിക്കാഹൻ ഹലാലൻ ഫഅസാബഹ ഹറമത് അലാ ഇബ്നിഹി അൻ യതസവ്വജഹാ വദാലിക, എന്താ കാരണം? അന്ന അബാഹു നക്കാഹ അലാ വജ്ഹിൽ ഹലാൽ ലാ യുഖാമു അലൈഹി ഫീഹിൽ ഹദ്ദു വയുൽഹഖു ബിഹി അൽ വലദു അല്ലദീ യൂലദു ഫീഹി ബിഅബീഹി വകമാ ഹറമത് അലാ ഇബ്നിഹി അൻ യതസവ്വജഹാ, മകന് കെട്ടൽ ഹറാമായപ്പോൾ ഹീന തസവ്വജഹാ അബൂഹു, ഉപ്പ കെട്ടിയതുകൊണ്ട് ഫഅസാബഹ ഫകദാലിക യഹ്റുമു അലൽ അബി, ഉപ്പാക്ക് ഹറാമ് തന്നെയാണ് ഇബ്നതുഹാ ഇദാഹു അസാബ ഉമ്മഹ, അറിയാതെ ആരെ ചെയ്തു പോയി? ജാമിയമാലായ ജൂസ് മിനൻ നിക്കാഹ്, പാടില്ലാത്ത വിവാഹങ്ങൾ. അതിൽ ഏറ്റവും ശ്രദ്ധേയമായതാണ് നിക്കാഹു സിഗാർ. അത് ഈ കാലഘട്ടത്തിലില്ല. അന്ന് അറബികൾക്കിടയിൽ വലിയ പ്രചാരണം ഉണ്ടായിരുന്നു മാറി കൊടുക്കുന്നതിൽ രക്ഷപ്പെടാൻ. എൻ്റെ മകളെ നിങ്ങൾ കെട്ടിക്കോ, നിങ്ങളുടെ മകളെ ഞാനും കെട്ടാം, മാറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേ വേണ്ട. അപ്പോൾ ആ പെണ്ണിനെ ബുദ്ധിമുട്ടിക്കാൻ ഇവൻ്റെ നിക്കാഹ് കൊണ്ട്, ഈ പെണ്ണിനെ ബുദ്ധിമുട്ടിക്കാൻ അവൻ്റെ നിക്കാഹ് കൊണ്ട്. അത് മകള് പെങ്ങള് ഇളയമ്മ മുത്തമ്മ ഏതും ആകാം, അങ്ങനെയൊന്നുമില്ല. നിക്കാഹ് ശിഹാറിന്റെ മസലയാണ്. മാലിക്കുൻ നാഫീൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറ ഇതെല്ലാം മിന്നാജി പറഞ്ഞതല്ലേ. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ശിഹാർ, ശിഹാറിന്റെ നിക്കാഹ്, അന്നിക്കാഹി ശിഹാർ തന്നെ ഉണ്ട് ഇബ്നു വഹബിൽ. അനിശിഹാർ എന്ന് പറഞ്ഞാൽ അത് ഷോർട്ടാണ് പോലും. അന്നിക്കാഹി ശിഹാർ വലാ യസിഹു നിക്കാഹു ശിഹാർ, മഹല്ലി 3:218.
റിഫ 7 225, നിഹായ 6 215, മുഗ്നി 3 142. ഷാഹറൈ ഷാഹിറു മുഷാഹറത്ത് സിഹാർ. ഷഹറൽ കൽബു എന്ന് പറഞ്ഞാൽ കാല് പൊന്തിച്ചു പാത്താൻ വേണ്ടിയിട്ട്. കാരണം ഓരോ വലിയും പറയുന്നു നാ തർഫായി രിജിലൈബിനെത്തി, എൻ്റെ പെണ്ണിനെ നീ ഉപയോഗിക്കരുത്. ഹത്താ അർഫായ രിജിലൈബിനെത്തിക്ക, നിന്റെ പെണ്ണിനെ ഞാൻ ഉപയോഗിക്കുന്നത് വരെ അല്ലേ. ഷിഹാർ എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറഞ്ഞതായിട്ടും ഇബ്നു ഉമർ പറഞ്ഞതായിട്ടും നാഫി എന്നവർ പറഞ്ഞതായിട്ടും മാലിക് ഇമാം പറഞ്ഞതായിട്ടും എല്ലാം പറയുന്നുണ്ട്. നിക്കാഹ് ഷിഹാർ ഹറാമാണ്, ബാത്തിലും മർദൂദുമാണ് 3 മദ്ഹബിൽ. മഹറുൽ മിസ്ലി കൊടുത്താൽ സ്വഹിയാണ്, നിക്കാഹ് പൊളിക്കേണ്ടതില്ല, കുറ്റമുണ്ട് ഹനഫി. നിക്കാഹ് ഷിഹാർ മഹറിലാണ് ഇവിടെ തഅലീഖ് വരുത്തുന്നത്. എങ്ങനെ അത്തശ്രീഖ് ഫിൽ ബുദഈൻ, നിക്കാഹിന്റെ മൗലിദും മറ്റേ പെണ്ണിന്റെ സദാഖും ഒന്നായിപ്പോയി. മഹല്ലി 3 218 അവിടെ കുടുങ്ങാനുള്ള കാരണം, കുടുങ്ങിത്തിരിയാനുള്ള കാരണം വശിഹാറു മോഡലതാ. വശിഹാറു എന്ന് പറഞ്ഞാൽ നിക്കാഹ് ഷിഹാരി, പാടില്ലാത്ത നിക്കാഹ് ഷിഹാർ. അയ്യോ സബീറത്തിലു ഇബ്നതഹു, ഇബ്നതഹു എന്ന് പറഞ്ഞത് കൈതന്നല്ല, ഉഖ്തഹു ആകാം, അമ്മതഹു ആകാം. അലാ യുസബ്ബിജഹു അൽ ആഖറു ഇബ്നതഹു, അലാ യുസബ്ബിജഹു അൽ ആഖറു, മറ്റേയാളുണ്ടല്ലോ ഈ പെണ്ണിനെ ഏറ്റെടുക്കുന്ന അയാൾ കെട്ടിച്ച് തന്നു കൊള്ളണം അയാളുടെ മകളെ അല്ലെങ്കിൽ അയാളുടെ പെങ്ങളെ. ലൈസ ബൈനഹുമാ സദാഖുൻ, ഇവന്റെ ഈ കഴിയുന്ന പെങ്ങൾക്കോ മകൾക്കോ മകരുണ്ടോ? ഇല്ല. ആ കെട്ടുന്ന മറ്റേ പെണ്ണിന് മകരുണ്ടോ? അപ്പോ പെണ്ണിന് കിട്ടേണ്ടുന്ന മകരെല്ലാം ഈ 2 ആൾക്കാർ കൊണ്ടുപോയി. പെണ്ണിനെ വായിച്ചു തീർത്തേരോ പറഞ്ഞ മനസ്സിലാക്ക്. എന്റെ മകളെ നിങ്ങൾ ഏറ്റെടുക്ക്, എന്റെ മകൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കണ്ട, മകള് കൊടുക്കണ്ട. നിന്റെ മകളെ ഞാൻ ഏറ്റെടുക്കാം. അപ്പൊ ഇതെന്തായി പെണ്ണിന് കിട്ടേണ്ട അവകാശങ്ങളല്ലേ ഈ 2 ഔലിയായിനെ കൊണ്ട് പോയത്. പറ്റോ? ഇല്ല. ഇല്ലത്തുൽ മൻ എന്താ അൽ ഇസ്തിറാഖ് ഫിൽ ബുദഈ, ഫർജിലാന്ന് വാദം ഉന്നയിക്കുന്നു. ഓരോരുത്തരുടെയും ഫർജി അഖദിന്റെ മൗലിദല്ലേ, സദാഖിന്റെ ബുദഅല്ലേ സദാഖാക്കിയത്. എൻ്റെ മകളെ നിങ്ങൾ കെട്ടുന്നതുകൊണ്ടല്ലേ നിങ്ങളുടെ മകളെ ഞാൻ കെട്ടുന്നത്, മകരില്ലാണ്ട്. അപ്പോ പറ്റൂല എന്നാണ്, പാടില്ല എന്നാണ്. തഅലീഖും വന്നു പോയി. ലാ യൻഖിദ് നിക്കാഹു ബിന്തി ഹത്താ യൻഖിദ് ലി നിക്കാഹു ബിന്തിക എന്ന് പറഞ്ഞ പോലെ. യുസബ്ബിജു ബിന്ദഹു യസ്തസ്നി ബഅദഹ, അതുകൊണ്ടല്ലേ അങ്ങനെയും തകരാറുണ്ട്. മഹർ തരൂല. തർക്കു ദിക്റുൽ മഹറാണെന്ന് അമ്പലിക്കാർ പറയുന്നു, മഹർ പറയാത്തതാണ്. വിധി പറയുന്നതിൽ ആയജൂദ് വലിയ 3 മാത്രം മർദൂദാണ്. ഏതുപോലെയായി കമാലു സബ്ബജൽ മർഗത്തൽ വാഹിദത ലിറജലൈനി, നിക്കാഹിന് തകരാറൊന്നുമില്ല, മഹറിൽ മിസിലേക്ക് മടങ്ങിയാൽ മതി ഹനഫിക്കാർ. ഈ വിധി ബിന്ദു കൊണ്ട് ഖാസല്ല, ബിന്ദു എന്നില്ല, ഉഖ്ത് ബിന്ദുൽ അഖ് എല്ലാം പെട്ട് മാലിക്കുൻ. ഇനി ബാത്തിലായ വേറെ നിക്കാഹ് അബ്ദുറഹ്മാൻ അൽ ഖാസിം അന്നബീഹി അബ്ദുറഹ്മാൻ. കൂടാതെ മുജമ്മഅ് എന്ന ആളെ തൊട്ടു ബിഫത്ഹിൽ മീമിൽ ഊല വസാനിയ ബൈനഹുമാ ജീമുൻ സാകിന. ഇപ്പൊ എങ്ങനെ ബിഫത്ഹിൽ മീമിൽ ഊല വസാനിയ ബൈനഹുമാ ജീമുൻ സാകിന. വേണമെങ്കിൽ തഫ്ഈൽ വസ്ൻ എടുത്തോ, മുജമ്മിഅൻ അങ്ങനെയല്ല നല്ലത്, മുജമ്മിഅ
മുജമ്മിഅ. അതാ നല്ല റിവായത്ത്. ഫഅല വസിൻ. എങ്ങനെ? ആ ഇബ്നൈ യസീദ് ഇബ്നു ജാരിയത്ത് അൽ അൻസാരി. എങ്ങനെയുള്ള അബ്ദുറഹ്മാൻ, ഇങ്ങനെയുള്ള മുജമ്മിഅ. ഇബ്നൈ യസീദ് ഇബ്നു ജാരിയത്ത് അൽ അൻസാരി. മനസ്സിലാകുന്നില്ലേ? രണ്ടാളും യസീദിന്റെ മക്കളാണ്. ആ അൻ ഖൻസാ ബീവിയെ തൊട്ട്. ഏത് ഖൻസാൽ? ഖിദാമിന്റെ മകൾ ഖൻസാൽ. ഖിദാം അവിടെ വായിക്കേണ്ടത് പുള്ളി ഉണ്ടായിട്ടും ഇല്ലാണ്ടും എല്ലാം ശരി തന്നെയെന്ന് പറയും. മജുമത്തൈനി പിന്നെ മുഹമ്മദത്തൈനി എന്നും പറയും. ഹിദാം അങ്ങനെയുണ്ട് കണ്ടാ. ഹിദാം ആദ്യത്തേന് പുള്ളിയും രണ്ടാമത്തേന് പുള്ളി ഇല്ലാണ്ട്. അങ്ങനെയാണ് അധികരിച്ച ആൾ പറഞ്ഞത്. ഈ പെണ്ണിനോട് ചോദിക്കാതെ ആ പെണ്ണിനെ കെട്ടിച്ചു. വലിയ സയ്യിബ്, പ്രായപൂർത്തിയായ സയ്യിബാണ് ആര്? പെണ്ണ്. അപ്പൊ കരിയത്ത് താലിക്ക പെണ്ണിന് ഭർത്തായിട്ടില്ല, ഇക്കൊണ്ടാന്ന് പുതിയ പെണ്ണെ. ഫാത്തത്ത് ഇലാ റസൂലില്ലാഹി ഉടനെ ആരിലേക്ക് പോയി? നബി തങ്ങളെ ശകാരിച്ച് ഇയാളോട് തല്ലാൻ കയറി. ആരോട് ചോദിച്ചിട്ടല്ലേ കെട്ടിക്കലെന്ന്? അങ്ങനെ നിക്കാഹ് പറിച്ചെറിഞ്ഞു. വന്ന പുതിയ പെണ്ണാട്ടി ഓടിച്ചു. എന്താണ്? ആ സമ്മതം വേണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ല ഇത് വലുതാന്ന് ഇങ്ങനെ കിട്ടിയേ. എനിക്ക് തൃപ്തിയായിട്ടില്ല എന്ന് പറയുമ്പോ വലിയ പെണ്ണാന്ന്. തൃപ്തി കേട് നോക്കല് വലിയ പെണ്ണിനല്ലേ? ഇത് അയവുണ്ടായത് കൊണ്ടാണ് എന്നാ അനഫിക്കാർ ഉത്തരം പറയും. സമ്മതം ചോദിക്കാതെ കൊണ്ടൊന്നല്ല. അങ്ങനെയല്ല ദാഹിർ. ഇതന്നെ ഇതിൽ പരസ്യമായ അറിയിപ്പുണ്ട്. സയ്യിബിനെ കട്ടിക്കപ്പെടാൻ പാടില്ല സമ്മതം തേടാതെ. മാലിക്കുൻ അബി സുബൈർ മക്കി അന്നബുൽ ഖത്താബ് ഉത്തിയ മുർമുൽ ഖത്താബിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ബിനിക്കാഹി ഒരു വിവാഹവുമായിട്ട്. ലം യശ്ഹദ് അലൈഹി ഇല്ലാ റജുൽ വംറഅത്തു. ആ നിക്കാഹിൽ സാക്ഷി എന്താണ്? ആ സാക്ഷി ആരാണ്? ഇല്ലേ? ഫഖാല മുർമുൽ ഖത്താബ് പറഞ്ഞു ഹദാ നിക്കാഹു സിജി. ഷഹാദത്ത് പൂർത്തിയായിട്ടില്ല. ഇത് സിറിന്റെ നിക്കാഹാണ്. സിറിന്റെ നിക്കാഹ് ശരിയല്ല. ഷഹാദത്ത് പൂർത്തിയാക്കണം. വലാ ഉജീസുഹു. ഈ നിക്കാഹ് ഞാൻ അനുവദിക്കൂല. ഇത് ബാത്തിലും മർദൂതുമാണ്. നിങ്ങൾ അകന്ന് നിന്ന് കൊള്ളണം. പറ്റൂല പറ്റൂല. അതിൻ്റെ അപ്പുറം വലവ് കുന്തു. വലവ് കുന്തു ഉത്തിയബി നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു പെണ്ണിനെ എന്തായിട്ടുണ്ട്? കഴിച്ചിട്ടുണ്ട്. വലവ് കുന്തു തഖദ്ദംതു ഫീഹി ലറജംതു. ഈ മസല ഞാൻ പണ്ട് തന്നെ നിങ്ങൾക്ക് ബയാൻ ചെയ്തു തന്നിരുന്നു എങ്കിൽ കഴിഞ്ഞ ആഴ്ച ഖുതുബയിലാ മറ്റോ, ഇന്ന് എനിക്ക് നിങ്ങളെ അറിഞ്ഞു കൊല്ലാമായിരുന്നു. ഇപ്പം ഞാൻ കൊല്ലുന്നില്ല. എന്തേ? അറിയാത്തത്. അവിടെ എങ്ങനെയും വായിക്കാം. വലോ കുന്ത തുഖുദ്ദിംത ഫീഹി ലറുജിംത. എന്താ? ആ നിനക്ക് ഈ മസല മുമ്പേ പിടി കിട്ടിയിരുന്നു എങ്കിൽ നിന്നെ ഇന്ന് എറിഞ്ഞു കൊല്ലാമായിരുന്നു. ലറുജിംത. ഈ മസല കുറച്ച് പേജ് അപ്പുറത്ത് ഇനിയും വരുന്നുണ്ട് ഇതേപോലത്തെ. ഇങ്ങനെ വായിക്കേണ്ടത്. വലോ കുന്തു തുഖുദ്ദിംതു ലറജംതു. എനിക്ക് ആദ്യമേ വിവരം കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ എന്താക്കുമായിരുന്നു? ആ ഷഹാദത്തു നിക്കാഹ് ഏതാ? ലാ നിക്കാഹ ഇല്ലാ ബിവലി വശാഹിദൈ അദ്ലിൻ. അതാണ് അംഗീകൃതമായ ഷഹാദത്ത്. ഇത് ഷഹാദത്ത് എന്ന് പറയില്ല. അഹ്മദ് തബറാനി ബൈഹഖി. യക്ഫി റജുലുൻ വംറഅത്തൈനി. മദീന ഹനഫിക്കാർ ഉമർ റളിയല്ലാഹു അൻഹു അത്രേ ആഗ്രഹിച്ചത്. റജുലുൻ വംറഅത്തായത് കൊണ്ടാ പറ്റാട്ടായത്. സാക്ഷി എത്ര മതി? റജുലുൻ വംറഅത്തൈനി. അതിൽ ഉമർ ഖത്താബ് ഉണ്ട്. ഇവിടെ വേർപെടുത്തിയത് എന്താ? പിന്നെ ലാ യക്ഫി ബൽ റജുലൈനി. 3 മദ്ഹബ്.
വാഷീദു ദബൈ അതിലിമിങ്കും എന്നുണ്ടല്ലോ തലാഖ് 2 അപ്പൊ ആര് പോരാ? പെണ്ണ് പോരാ. ആ യതഅയ്യനു ഷഹാദത്തു ഇൻദൽ അഖ്ദീന, ഷഹാദത്തെ നിക്കാഹിന് പറ്റുള്ളൂ. യക്ഫിൽ ഇഅ്ലാന ഖബ്ല ദുഖൂൽ, ഷഹാദത്ത് ഇല്ലെങ്കിൽ വീട്ടിൽ കുടുംബമാണെന്ന് വിളിച്ചു പറഞ്ഞാൽ മതി പോലും. മാലിക്കി മദ്ഹബിൽ മിഞ്ഞാന്ന് മംഗലം കഴിഞ്ഞ് പുതിയാപ്പള ഇതാകുന്നു ഈ ഏലാൻ ചെയ്താലും മതി, ഷഹാദത്തിന് മതി. ലാകിനൽ മുഖാറനത്തു മുഖാറനത്തു ഷഹാദത്തി ബിഅഖ്ദി നിക്കാഹി വൽ അഫ്ളൽ, ഏതന്നെയാണ് അഫ്ളൽ? പിന്നെ അതെ ഷഹാദത്ത് തന്നെ വേണമെന്നില്ല മാലിക്കി മദ്ഹബിൽ. ഷഹാദത്ത് നടന്നിട്ടില്ലെങ്കിൽ അറിയിക്കറ്റുമ്പോ ഇതാ മിഞ്ഞാന്ന് ഒരു നിക്കാഹ് നടന്നെന്ന് പറഞ്ഞില്ലേ, അന്ന് നിങ്ങാരും ഉണ്ടായിട്ടില്ലല്ലോ, ഇതാ പുതിയാപ്പള ആരിലേക്ക് കയറ്റുന്നു അല്ലേ? നിക്കാഹ് സിർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വേണ്ടതുപോലെ അറിയാത്തത്, അതായത് നിക്കാഹിന്റെ സമയത്ത് ഷഹാദത്ത് പൂർത്തിയാക്കിയിട്ടില്ല, ഈ ഏലാനിന് ഒരുങ്ങിയിട്ടില്ല മാലിക്കി മദ്ഹബിൽ. മറ്റുള്ള മദ്ഹബിലോ നിക്കാഹ് സിർ കാമിലായ രൂപത്തിൽ ഷഹാദത്തില്ലെങ്കിൽ നിക്കാഹ് സിറായി, അപ്പം വിവാഹം കൊള്ളോ? അപ്പൊ എന്ത് മാറ്റം തന്നെ വേണ്ടേ? അപ്പൊ ഈ അറിയിപ്പ് കൊടുത്താൽ മതിയാ? അപ്പൊ നബിതങ്ങളെ സഫിയ ബീവിയെ ഇത്കാക്കി കെട്ടി എന്ന് പറഞ്ഞില്ലേ, അന്ന് ഒറ്റ ഷാഹിദും ഇല്ലല്ലോ. അത് ഫമിൻ ഖസായിസിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരുടെ പ്രത്യേകതയാണ്? ആ കാരണം നബിതങ്ങൾ പറഞ്ഞ് അൽ ബഗായ അല്ലാത്തി യൻകിഹന അൻഫുസഹുന്ന ബിഗൈരി ബയ്യിന, സാക്ഷിയില്ലാതെ കെട്ടുന്ന പെണ്ണുങ്ങള് വേശ്യകളാണ് എന്ന് തിരുമതിയിലുണ്ട്. ഇപ്പൊ എന്താ വേശ്യകളാണ് വിളിക്കണ്ട.